ഭരതനായർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായതാണ്, ആ ഫാമിലിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായതാണ് ഭരതനാട്യം സിനിമയിൽ കൂടി. ഇപ്പൊ മോഹിനിയാട്ടം എന്നുള്ളൊരു സെറ്റപ്പായിട്ട് ഇവരെല്ലാവരും എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇവിടെ വൻ സ്വീകരണമാണ്. ഇപ്പൊ ഭരതനായരുടെ ഭരതനാട്യം അവിടെ കഴിഞ്ഞു, ഇനി മോഹിനിയാട്ടമാണ് ഇവിടെ അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നത്. ഇനി റിയാലിറ്റിയിലേക്ക് വരുമ്പോ സൈജോട്ട് ആദ്യം മാറിപ്പോയിരുന്നു ഇവിടെ, ആദ്യം മാറിപ്പോയിരുന്നു. ഇപ്പോഴും ഇതെന്റെ സ്വന്തം അരിയൻ, ഇതെന്റെ വകയിലുള്ള അരിയൻ. ഒരു ബ്രഹ്മന്റെ ഒരു അപ്കമിങ് പടത്തിനെ പറ്റി ചോദിച്ചു, എപ്പോഴാണ് ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് കുറെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവൻ വന്നിട്ട് അതേ ചോദ്യം ചോദിച്ചു. ഭരതനാട്യം ഫാമിലി മൂവി ആണെങ്കിൽ, ഫാമിലി ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണെങ്കിൽ, ഇത് ഏത് ജനറേഷനും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് കൃഷ്ണദാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡാർക്ക് ഹ്യൂമർ ജോണറിൽ വരുന്ന മൂവിയാണെന്ന് ചോദിച്ചാൽ എക്സാക്ട്ലി ഡാർക്ക് ഹ്യൂമർ ജോണറിൽ വരുന്നതാണ്. ക്രൈം ത്രില്ലറും കൂടെ അല്ലേ, ആ ഒരു ജോണറും കൂടെ ഇല്ലെന്ന് ചോദിച്ചാൽ അതുകൊണ്ട്. ഭരതനാട്യം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ പക്ഷെ ആൾക്കാർക്ക് എത്താൻ കുറച്ച് ടൈം എടുത്തു. ആ ടൈമിൽ സൈജുവേട്ടന്റെ മനസ്സിൽ എന്തായിരുന്നു, ആ ടൈമിലെ അവസ്ഥ എന്തായിരുന്നു? ഭയങ്കര വിഷമമായിരുന്നു. ഒരു റിസപ്ഷൻ അതിനകത്തില്ല. സെക്കൻഡ് ഡേ ആകുമ്പോഴേക്കും ആള് തിയേറ്ററിൽ ഇല്ല എന്നുള്ളൊരു വാർത്ത വരികയാണ്. ഭരതനാട്യം കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എന്റർടൈൻമെന്റ് കിട്ടാണ്ട് വരില്ല. കണ്ടവർക്ക് ക്യാരക്ടേഴ്സിനെ ഓൾറെഡി അറിയാം, മറ്റുള്ളവർക്ക് ഒരു പുതിയ സിനിമയായിട്ട് കണ്ടാലും ഓക്കെയാണ്. മലയാള സിനിമയുടെ ഒരു മലയാളിത്വവും ഒരു ഗ്രാമീണതയും ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, മുൻമുട്ടിടുന്ന തറാവ് പോലത്തെ നമ്മുടെ ഇഷ്ടപ്പെടുന്ന സിനിമകൾ. തീർച്ചയായിട്ടും അതേപോലത്തെ ഒരു സ്കേപ്പിലുള്ള ഭയങ്കര തനി മലയാളി ഒരു കണ്ടന്റ് ആണ് ഭരതനാട്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. വീണ്ടും ഒരു സിനിമാ വിശേഷമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കുന്നത് ആ സിനിമയിലെ ആ കഥാപാത്രങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങിയേക്കണേ. എനിക്കൊരു വൻ സ്വീകരണം നടത്തിയേക്കണേ. ഭരതനായർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായതാണ്, ആ ഫാമിലിനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായതാണ് ഭരതനാട്യം സിനിമയിൽ കൂടി. ഇപ്പൊ മോഹിനിയാട്ടം എന്നുള്ളൊരു സെറ്റപ്പായിട്ട് ഇവരെല്ലാവരും എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇവിടെ വൻ സ്വീകരണമാണ്. ഹായ്, നമസ്കാരം. നമസ്കാരം. ഒരു കാര്യം ചോദിക്കട്ടെ, സുഭാഷ് എന്താ ഇവിടെ? സുഭാഷ് നിങ്ങൾ അങ്ങനെ ചേരാറില്ലല്ലോ. എന്നാലും സന്തോഷമുണ്ട്, എല്ലാരും കൂടെ അങ്ങ് ചേർന്നല്ലോ. ശ്രീനാഥനെ ക്ഷണിച്ച പോലെ ഞങ്ങൾ സുഭാഷിനെ ക്ഷണിച്ചത്. എന്ത് തോന്നി ക്ഷണിച്ചപ്പോ? എനിക്ക് വളരെ സന്തോഷം തോന്നി. സന്തോഷം തോന്നി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചിട്ടാണോ? ഞാനായിട്ടൊന്നും ചെയ്തതല്ല, ശശിയേട്ടൻ തന്നെ എന്നെ വിളിച്ചു വരുത്തിയത്. ഓക്കെ, ഇതെന്തൊക്കെ എനിക്ക് അത് മിച്ചറാന്ന് എനിക്ക് മനസ്സിലായി. മിച്ചറല്ലത്, കടലയും കടലമാവും കൊണ്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. കവിത എഴുതി തുടങ്ങിയ ഇത് പാല് സംഭാരം. ഇങ്ങനെ എടുക്കുക, എനിക്കും കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലേ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഭരതനായരുടെ സംഭാരം കൊള്ളാം, ഗംഭീരായിരിക്കുന്നു. ഇതിനൊരു സ്പെഷ്യൽ സ്ഥാനമാണ് നമ്മുടെ പടത്തില്. ഈ കടലയും കടലമാവും കൊണ്ട് ഉണ്ടാക്കിയ വിഭവത്തിനും പിന്നെ സംഭാരത്തിനും. ഇതൊക്കെ കഥാപാത്രങ്ങളാണ് കഥാപാത്രങ്ങൾ. എന്തൊക്കെയോ സംഭവങ്ങളോടെ കരുതി വെച്ചിട്ടുണ്ട്. ചേരാത്തവരൊക്കെ ചേർന്ന് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ഇവിടെ എന്തോ ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ല, ചേർന്നെന്ന് പറയാൻ പറ്റില്ല, അത് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല. ആണല്ലേ? ഇതിപ്പോ നമ്മള് വീട്ടില് നമ്മളിങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. എന്നുവെച്ചാല് സുഭാഷിന്റെ അറിയാലോ സ്വഭാവം, എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. അത്രയും കുരുട്ടുബുദ്ധിയുള്ള കഥാപാത്രമാണ്. അപ്പം ഇങ്ങനെ ചിരിച്ച് സ്നേഹത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിലും എന്താണ് ഇനി അടുത്ത നീക്കം എന്നുള്ളത് പറയാൻ പറ്റില്ല. നിഷ്കളങ്കമായ ചിരിയുടെ മുമ്പിൽ ആരായാലും വീണു. അതെ, എനിക്ക് ഇവന്മാരെ പിടികിട്ടാത്തത് ഈ രണ്ടെണ്ണത്തിനെ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ റിയാലിറ്റിയിലേക്ക് വരുമ്പോ സൈജോട്ട് ആദ്യം മാറിപ്പോയിരുന്നു ഇവിടെ. ആദ്യം മാറിപ്പോയിരുന്നു. ഇപ്പോഴും ഇപ്പല്ലേ ഇതെന്റെ സ്വന്തം അരിയൻ, ഇതെന്റെ വകയിലുള്ള അരിയൻ. എന്തായാലും അടിപൊളിയാട്ടാ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് എനിക്ക് തൊട്ട് മുമ്പ് നമ്മുടെ സുഹൃത്താണ് എനിക്ക് അടയാളം പറഞ്ഞത്. ഒരാളവിടെ വീലുണ്ട്, ജിനില്ല വീയില്ല. ശരിയല്ലേ? എല്ലാം ഫുൾ സെറ്റപ്പ് തന്നെ. എന്തായാലും വളരെ വളരെ സന്തോഷം. നമ്മളൊരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ അത്രയധികം ആൾക്കാർ അത് നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് വരിക. ശരിക്കും പറഞ്ഞാൽ ഇത് സെക്കൻഡ് പാർട്ടിന്റെയും തേർഡ് പാർട്ടിന്റെയും ഒരു കാലഘട്ടമാണ്. അത്രയധികം നല്ല സിനിമകൾ വന്നു തുടങ്ങി. അപ്പൊ ഇത് മോഹിനിയാട്ടം വരികയാണ്, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ സന്തോഷം. ആത്മാർത്ഥമായി ഒന്നും കൂടി ഞങ്ങളുടെ ഷോയിലേക്ക് വെൽക്കം ചെയ്യട്ടെ. നമസ്കാരം. താങ്ക് യു. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ.
ഇതില് ഞാനൊരു കാര്യം ചോദിച്ചു, ഫസ്റ്റ് സസ്പെൻസ് പൊളിക്കാൻ പറ്റുന്നുണ്ട്. ആരാണ് മോഹിനി? പറയൂ. മോഹിനി ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്. ഓ അത് ചെയ്യുന്നത് ഒരു ഫീമെയിൽ ആക്ടർ തന്നെയാണ്. പക്ഷെ ആ ആക്ടർ ആരാണെന്നുള്ളത് നമ്മളിപ്പോ വെളിപ്പെടുത്തുന്നില്ല. ഇല്ല, ഇപ്പൊ വെളിപ്പെടുത്തുന്നില്ല. ഞാൻ വിളിച്ച് ഞങ്ങളുടെ ഇന്റർവ്യൂയിലൂടെ എക്സ്ക്ലൂസീവ് ആയി കൊടുത്തത്. എന്തായാലും ഒരാൾ ഇരിപ്പുണ്ട്, അദ്ദേഹമാണ് മോഹിനി. എന്തായാലും ഓക്കെ. ഇപ്പൊ ഭരതൻ നായരുടെ ഭരതനാട്യം അവിടെ കഴിഞ്ഞു. ഇനി മോഹിനിയാട്ടമാണ് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നത്. ആണോ? അല്ല ചോദിച്ചാ ഞങ്ങൾ വെറുതെ പറയൂല അതൊക്കെ. ഞാൻ തിരിച്ചും മറിച്ചും ചോദിക്കും. ഏട്ടാ അതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ശശിയേട്ടൻ. അവരങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും, പറയരുത്. സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും, പറയരുത്. ഇതെല്ലാം ശശിയേട്ടൻ എന്തായാലും ചോദിക്കും. പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു തരത്തിലും. എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ മൊത്തത്തിൽ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നാമത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു 10-31 ദിവസം കൊണ്ട് നമ്മുടെ ഷൂട്ട് തീർന്നായിരുന്നു. അപ്പൊ ഉണ്ടായ ഒരു ബോണ്ടിങ് ഉണ്ട്. ഈ ബോണ്ടിങ് എന്ന് വെച്ചാൽ ഒരു 15-20 ദിവസമൊക്കെ ആയപ്പോഴാണ് ബോണ്ടായി വന്നത്. ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സിനിമ ഷൂട്ടിംഗ് കഴിയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മീറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ പ്രൊമോഷൻ വേളയിൽ, പിന്നെ OTT ഇതൊരു ഹിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു ഫംഗ്ഷൻ നടത്തിയായിരുന്നു. അപ്പൊ അതിലാണ് നമ്മളെല്ലാവരും മീറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോഴൊന്നും ഈ രണ്ടാമത്തെ ഭാഗത്തിനെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല ആക്ച്വലി. ഇത് തോമസ് തിരുവല്ല, നമ്മുടെ പാർട്ട്ണർ, അദ്ദേഹമാണ് പറഞ്ഞത് നമുക്ക് ഇതിലൊരു സെക്കൻഡ് പാർട്ട് ആലോചിച്ചുകൂടെ എന്ന്. അപ്പോഴാണ് പിന്നെ ദാസറിനെ പറ്റി ആലോചിക്കാൻ തുടങ്ങിയതും. പക്ഷെ അപ്പോഴും നമ്മൾ ഈ ഫാമിലി വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഒരു സെക്കൻഡ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം കറക്റ്റായിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തെന്നുള്ളതാണ്. പക്ഷെ ഇവൻ ആലോചിച്ചിട്ട് ഇവനൊരു ഉഗ്രൻ പ്ലോട്ട് ഉണ്ടാക്കി, ഇവൻ 1 ലൈൻ എഴുതി നമ്മളെ കേൾപ്പിച്ച് നമ്മളങ്ങ് ആകെ കൊള്ളാലോ, ഇങ്ങനെ ഒരു സാധനത്തിനൊരു സാധ്യത ഉണ്ടല്ലോ എന്ന് ആരും ആലോചിക്കില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് അവൻ എഴുതി വെച്ചത്. അപ്പം അവിടെ തൊട്ട് പിന്നെ സ്ക്രിപ്റ്റിലേക്കുള്ള പരിപാടി തുടങ്ങി. അങ്ങനെ നമുക്കപ്പം വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ എല്ലാവരുടെയും. ഓക്കെ. അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്നു, 2ാം ഭാഗത്തിന് വേണ്ടി പ്രിപ്പയർ ആയിക്കോ, വിളി വരും. ഏകദേശം ഈ സമയത്തായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ആ സമയത്ത് വേറെ പടത്തിന് ഡേറ്റ് കൊടുക്കേണ്ടി വരുവാണെങ്കിൽ ഒന്ന് അറിയിക്കുക എന്നുള്ളത്. ശരി. പിന്നെ നമ്മൾ ലൊക്കേഷനിൽ കാണുന്നു. നവംബർ മിഡിലാണ് നമ്മളെല്ലാവരും കൂടെ ഒന്നിക്കുന്നത് കഴിഞ്ഞ വർഷം. എന്നിട്ട് ഓൾറെഡി ആ ബോണ്ടിങ് ഉണ്ടല്ലോ. പിന്നെ നമ്മളങ്ങ് ബോണ്ട് ചെയ്തു, നല്ലപോലെ അങ്ങ് തകർത്തു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മോഹിനിയാട്ടത്തിൽ നമുക്ക് പുതിയ ക്യാരക്ടേഴ്സും ഉണ്ട്, ഭരതനാട്യത്തിൽ ഇല്ലാത്ത ആൾക്കാർ. ഭരതനാട്യത്തിലെ ഫാമിലി, ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും ഉണ്ട്. പിന്നെ സുഭാഷിന്റെ ക്യാരക്ടർ ചെയ്ത അഭിരാമുണ്ട്. പിന്നെ നമ്മുടെ സലീം ഭായി അറിയാലോ, നമ്മുടെ വക്കീലിന്റെ വേഷം ചെയ്തത്. അതെ. അപ്പൊ അദ്ദേഹമുണ്ട്. ഈ പുറത്തുള്ള ഈ 2 ക്യാരക്ടേഴ്സാണ് ഇപ്പം ഇതിനകത്ത് വരുന്നത്. ഇതെന്താ സംഭവിച്ചാൽ ഇപ്പം ഈ സംഭവം നടക്കുന്നത് വേറൊരു ടെറൈനിലാണ്, വേറൊരു ജിയോഗ്രാഫിയിലാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ട് നടന്നിരുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള മാള പോലത്തെ ആ ഒരു ഏരിയയിലാണെങ്കിൽ, ഇത് നമ്മൾ നേരെ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞ് മുത്തുപറമ്പ്, തലശ്ശേരി, കണ്ണൂർ ആ ഒരു ബെൽറ്റിലാണ് ഇപ്പൊ കഥ നടക്കുന്നത്. അപ്പൊ നമുക്ക് ആ നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഇവിടെ നാട്ടിൽ വന്നപ്പോഴത്തേക്കും പുതിയ കുറെ ക്യാരക്ടേഴ്സ് നമ്മൾ പരിചയപ്പെടുവാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഇനി പുതിയൊരു ലോകം അല്ലെ അവിടുത്തെ. പക്ഷെ അവിടെ നമുക്ക് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എക്സാക്ട്ലി. ഓക്കെ. പിന്നെ നമ്മുടെ ഈ സിനിമയുടെ ഒരു ജോണറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ ജോണറിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല എൻ്റെ ഒരു കൺസെപ്റ്റില്. ഇതൊരു എല്ലാ ജനറേഷനും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഇപ്പൊ നമ്മൾ ഭരതനാട്യം ഫാമിലി മൂവി ആണെങ്കിൽ, ഓക്കെ, ഫാമിലി ഓഡിയൻസസിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണെങ്കിൽ, ഇത് ഏത് ജനറേഷനും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് കൃഷ്ണദാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു ഡാർക്ക് ഹ്യൂമർ ജോണറിൽ വരുന്ന മൂവിയാണെന്ന് ചോദിച്ചാൽ എക്സാക്ട്ലി ഡാർക്ക് ഹ്യൂമർ ജോണറിൽ വരുന്നതാണ്. അപ്പം ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാം, ഇതൊരു ക്രൈം ത്രില്ലറും കൂടെ അല്ലേ, ആ ഒരു ജോണറും കൂടെ ഇല്ലെന്ന് ചോദിച്ചാൽ അതുമുണ്ട്. എല്ലാ സൈഡും ചോദിച്ചാൽ ഉത്തരവുണ്ട്. എവിടെ ചോദിച്ചാലും എന്ത് ഉണ്ട്. ഓക്കെ, അടിപൊളി. ഒരു കാര്യം ചോട്ടെ, ഈ 2ാമത്തെ മെസ്സേജ് ഇപ്പൊ വരുമ്പോ എല്ലാവരും റെഡി ആയിക്കോ എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടും അപ്പൊ എവിടെയായിരുന്നു? ആ മെസ്സേജ് അവിടെ ഇരുന്ന് ഉണ്ടാകണ്ടേ? ഇത്ര വലിയൊരു കഥ ഇവിടെ പറഞ്ഞു. അറിയാണ്ടല്ലോ. എപ്പോഴാ അറിഞ്ഞത് ഈ പടത്തിലുണ്ട്?
അങ്ങനെയാണ്. ഓക്കെ, എവിടെയായിരുന്നു ഈ മെസ്സേജ് വരുമ്പോ? എവിടെയായിരുന്നു? വീട്ടിൽ തന്നെ ഉണ്ടായോ? കൊണ്ട് ഓക്കെ, എന്തായാലും സെറ്റായി. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ബ്രോന്റെ ഫോണിലാണ് ഈ മെസ്സേജ് വരുള്ളൂ, ഇവിടെ ഇല്ല. ശരിക്കും ഈ ക്യാരക്ടർ വന്നപ്പോ നിങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്തത്? അവരെ തീരുമാനിച്ചാണ്. അതെന്തുകൊണ്ടായിരിക്കും ചേട്ടാ ഈ ക്യാരക്ടർ ഇവൻ മതി, ഈ ക്യാരക്ടർ ഇവൻ മതി, അങ്ങ് കൊടുത്തതാണോ? അതിനെപ്പറ്റി എനിക്കും ഐഡിയ ഇല്ല. അത് എന്തായിരിക്കും അതിന്റെ കാരണം? കൂട്ടത്തില് അവനാ കുറച്ച് പാവം, കുറച്ച് അല്ലല്ല, അതായത് ലുക്ക് വൈസ് പാവം. സംസാരിക്കുന്നതാണെങ്കിലും ഇവൻ കുറച്ചുകൂടെ എല്ലാരുമായിട്ട് പെട്ടെന്ന് ജെല്ലാവുന്ന ഒരു ടൈപ്പ്. അവൻ കുറച്ച് സമയം എടുക്കും. സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ, പിന്നെ അല്ല, ഈ ഇൻട്രോട്ടിന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്റെ നാട്ടിലും കൂടിയാണ്. ഓക്കെ, പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഇതിൽ ഈ പടത്തിൽ എക്സ്പീരിയൻസ്? ഞാനും ഇൻവെർട്ടർ ആണെന്ന്. ഇവരുടെ കാര്യം ഞാൻ പറയട്ടാ, ഇതിനകത്ത് ഒരു ഹെയർ കണ്ടിന്യൂറ്റി ഒക്കെ വ്യത്യാസമുണ്ട് രണ്ടുപേരും. അല്ലെങ്കിലേ ആര് വന്ന് അഭിനയിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവില്ല. അത് കുറച്ചു മുന്നേ അഭിരാമേന്റെ അടുത്ത് ഇവൻ അഭിരാമേന്റെ ഒരു അപ്കമിങ് പടത്തിനെ പറ്റി ചോദിച്ചു, എപ്പോഴാ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് കുറെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇവൻ വന്നിട്ട് അതേ ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു ഇവരെ കാണുന്നതും ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന്. ഒരേ ടൈമിങ്ങിൽ ഒരുമിച്ച് ചിരിക്കുക, അതുപോലെ തന്നെ ഒരേ ടാലന്റ്, രണ്ടുപേർക്കും ഈക്വലി പെർഫോം ചെയ്യാനുള്ള ഇതില്ലേ, അത് അങ്ങോട്ട് ഏറ്റക്കുറച്ചിലില്ല. രണ്ടുപേരും ഒരേ ലെവലിലാണ് പെർഫോം ചെയ്യുന്നത്. അത് ഭരതനാട്യത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഭയങ്കര ഒരു സംഭവമാണ്. പിന്നെ ഭരതനാട്യത്തിനെ കുറിച്ചും മോഹിനിയാട്ടത്തിനെ കുറിച്ചും പറയുകയാണെങ്കിൽ സൈജു വട്ടൻ തന്നെയാണ് എൻ്റെ പറഞ്ഞോ. അല്ല, സൈജോട്ടൻ്റെ ഒരു നിർബന്ധം ഞാൻ വേണമെന്നുള്ളത് സൈജോട്ടൻ അത് പറയുണ്ടായി. അഭിരാം എന്തായാലും വേണമെന്ന്, ഒരു ഏത് ക്യാരക്ടറായാലും അഭിരാം വേണമെന്നുള്ളത് ഒരു നിർബന്ധമാണെന്ന് സൈജോട്ടൻ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. വേണമെന്നല്ല, വേണമെന്ന് എനിക്കൊരു പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്, അതായത് പുള്ളിയുടെ ഫിസിക്കൽ അപ്പിയറൻസും ഏജും വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഫിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ദാസൻ ഇങ്ങോട്ട് എന്നോട് പറയണ, ചേട്ടാ ഗംഭീര ആക്ടറാണ്, നമുക്ക് ഈ ക്യാരക്ടറിൽ അപ്പൊ തന്നെ നമ്മുടെ അന്ന് ശ്രുതിയുടെ ഹസ്ബൻഡിന്റെ ക്യാരക്ടറായിരുന്നു നമ്മൾ ഫിറ്റ് ചെയ്തത്. ശ്രുതി അല്ല, എനിക്ക് പിറക്കാതെ പോയ ഹസ്ബൻഡ് തന്നെ വിളിക്കാം. സമയമുണ്ടല്ലോ, കറക്റ്റ് സ്ഥലത്താണ് ഒന്ന് ഉക്കായേക്കുന്നത്. ഗംഭീരായിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ കാണുമ്പോ എല്ലാവരും ഒന്ന് ചിന്തിക്കും, എന്തോ ഇതേ വന്നി എന്തോ ഒരു ഇഷ്ടൊപ്പിക്കാൻ പോലെ. അത് സർവൈനായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ശ്രുതി ഇതിലും എങ്ങനെയാണ്? അതേപോലെയൊക്കെ തന്നെ ഇവര് പറഞ്ഞു ലൊക്കേഷനിൽ ഒരു ചേച്ചി തന്നെ ഇറങ്ങുന്നു, ആ ക്യാരക്ടറായിട്ട് ഇവന്മാരെന്നെ കുഞ്ഞേച്ചി എന്നെക്കാളും മൂത്താപ്പന്മാരാ, പക്ഷെ കൊച്ചു പിള്ള പൈതങ്ങളാ അല്ലേ? അല്ല, ലൊക്കേഷനിലാണെങ്കിലും നമ്മൾ അതേപോലെ തന്നെ ആയിരുന്നു. ഇപ്പൊ അമ്മ, ചേച്ചി, ശശിയേട്ടൻ, ഗോപേട്ടൻ, അങ്ങനെയൊക്കെ തന്നെ നമ്മള് സുഭാഷിനെ നമ്മൾ അങ്ങനെ വേർതിരിച്ചു കണ്ടിട്ടുണ്ട്. അധികം അടുപ്പിച്ചിട്ടുമില്ല. അവര് ഏകദേശം മെത്തേഡ് ആക്ടിങ് ആയിരുന്നു അവര്. അതായത് അവര് കുടുംബക്കാരൊക്കെ ഒരുമിച്ചിരിക്കും. അപ്പൊ ഞാൻ വരുമ്പോ ഇവരെല്ലാരും കൈയിലുള്ള കസേരാന്ന് എനിക്ക് കയ്യില്ലാത്ത കസേരയായിരിക്കും. പക്ഷെ അത് എനിക്കവിടെ പോകുമ്പോ ഈ ഷൂട്ട് സെറ്റിൽ പോകുന്ന സമയത്ത് തന്നെ ശ്രീനാഥർക്ക് തോന്നുന്നില്ല, അതായത് ഞാനിവിടെ ഒരു ആവശ്യമില്ലാത്ത ആളാണല്ലോ. പക്ഷെ ഇവര് അങ്ങനെ തന്നെ ജീവിക്കായിരുന്നു ഇവരെല്ലാവരും ആ വീട്ടില്, സജോട്ട ഉൾപ്പെടെ ഒരു കുടുംബം അതുപോലെ. അപ്പൊ കലച്ചേച്ചി, ദിവ്യ, ശ്രുതി, സ്വാതി, നന്ദുചേട്ടൻ, ഇവരൊരു കുടുംബം പോലെ ഇങ്ങനെ ഒരുമിച്ച് ബോണ്ടിങ് ഉണ്ടായിരുന്നു. ആക്ച്വലി അത് സിനിമയിലും കാണാം, അതിന്റെ അപ്പുറത്തോട്ട് ഷൂട്ടിലും അത് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ, എല്ലാം വരട്ടെ. നമുക്ക് സ്ക്രീനിലാണ് ബാക്കിയെല്ലാം കാണുന്നത്. ഇതിലേ ഈ അബദ്ധങ്ങൾ കുറെ പറ്റിപ്പോയിട്ടുണ്ട്, പലർക്കും ഒരുപാട് അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്. അത് ഇങ്ങനെ ഈ പറ്റിപ്പോയി എന്നുള്ള സാധനങ്ങൾ കുറെ കേൾക്കുന്നുണ്ട് അവിടെ നിന്ന് കേട്ട്. ശരിക്കും സിനിമ അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ ബ്രോ ഇപ്പം ഇവരോട് രണ്ടുപേരോടും ചോദിക്കട്ടെ, ഈ എവിടെയെങ്കിലും ആദ്യമായിട്ടൊക്കെ നമ്മൾ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പോഴോ എന്തെങ്കിലും പറ്റിപ്പോയ സംഭവങ്ങൾ
കയ്യിലുണ്ടോ? പഠിച്ചതിന്റെ എടീ ഇവന് ഞാൻ ഈ ചോദ്യം മുഴുവൻ ചോദിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്നെ നോക്കി തിരിച്ചോണ്ടിരിക്കുന്നത്. ചോദിച്ചു കഴിയുമ്പോ അത് എന്തായിരുന്നു? എന്തായിരുന്നു എന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടായി. ഇവരുടെ മനസ്സ് വേറെ മനസ്സ് വേറെ ഓക്കെ തിരിച്ചു കൊണ്ടുപോവാ പോരട്ടെ. അല്ലാതെ പഠിപ്പിന്റെ സീനിലൊക്കെ ആൾക്ക് പറ്റിപ്പോയതാണ് കുറച്ചൊക്കെ. പഠിച്ചായിരിക്കില്ല പിന്നെ ജോലി കിട്ടുന്നത് അങ്ങനെ. ആ ഓക്കെ ഓക്കെ പഠിക്കുമ്പോ എല്ലാത്തിനും A+ ആയിരുന്നു നമുക്ക്. അതില്ലല്ലേ. ഓക്കെ ഓക്കെ കലാകാരന്മാർ അങ്ങനെയാണ്. ബാക്കി പറയൂ. അല്ല അത്രയുള്ളൂ ഇനിയും പറയും. പാസ്. അല്ല ഞാനവൻ തന്നെ അവന്റെ കൂടെ ഇങ്ങനെ ഞാനവൻ തന്നെ അവൻ അവന് പറ്റിയാലേ ഇരിക്കാൻ പറ്റുള്ളൂ. ജോലിക്കൊക്കെ പോകുമ്പോ എന്തായിരുന്നു ആദ്യമായിട്ട് ഏത് ജോലി എന്തായിരുന്നു ഓർമ്മയാണ്? ഞാൻ എഡിറ്റിങ്ങിന്റെ പരിപാടിയായിരുന്നു. ആ. അവിടെ കുറെ പറ്റിക്കല് പറ്റിയിട്ടുണ്ട്. അവിടെ പറ്റിയിട്ടുണ്ടോ? എന്താ പറ്റി? അതല്ല ഒരു യാത്ര അങ്ങനെയുള്ള അത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട. എന്തായാലും അബദ്ധങ്ങൾ പറ്റാത്തവരാരുമില്ല അല്ലെ. എന്തായാലും ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പറ്റിപ്പോവും അല്ലേ? അതെ 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 ഓക്കെ. നമുക്ക് ഇപ്പൊ സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ ചേട്ടാ മൊത്തത്തില് ഇപ്പൊ ഈ നമുക്ക് ഭരതനാട്യം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ആ സിനിമ കാണാൻ കയറുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാർ ആർട്ടിസ്റ്റുകൾ അന്ന് നമുക്കൊന്ന് കയറി കണ്ടേക്കാം. കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആത്മാർത്ഥമായിട്ടൊരു റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പടം. പക്ഷെ ആൾക്കാർക്ക് എത്താൻ കുറച്ച് ടൈം എടുത്തു. പക്ഷെ നമുക്ക് അടുത്ത ആഴ്ച ഓരോ ആഴ്ച കഴിയുമ്പോഴും സിനിമകൾ വരികയാണ്. ആ ടൈമിൽ സൈജു ഏട്ടൻ്റെ മനസ്സിൽ എന്തായിരുന്നു? ആ ടൈമിലെ അവസ്ഥ എന്തായിരുന്നു? ഭയങ്കര വിഷമമായിരുന്നു. പടം ആൾക്കാർ കാണുന്നില്ല എന്നുള്ളത് എന്ന് വെച്ചാൽ കണ്ട ആൾക്കാർ വളരെ കുറവ് ആൾക്കാരെ കണ്ടത്. കണ്ട ആൾക്കാർ വിളിച്ചിട്ട് ഭയങ്കര അഭിപ്രായം പറയണത്. പക്ഷെ എന്തോ കാരണവശാൽ ഇത് മൾട്ടിപ്ലൈ ആയില്ല. സാധാരണ ഈ വേർഡ് ഓഫ് മൗത്തിൽ മൾട്ടിപ്ലൈ ആവുകയാണല്ലോ ചെയ്യുന്നത്. ഓരോ ഷോ കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ കൂടി വരുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം സംഭവിച്ചില്ല. അത് ഇപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമാണ് അത് എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നുള്ളത്. പിന്നെ കുറച്ച് പേര് പറഞ്ഞു അതൊരു തിയേറ്ററിക്കൽ വാച്ചിന് പറ്റിയൊരു പടമായിരുന്നില്ല, വീട്ടിലിരുന്ന് അല്ലെങ്കിൽ മൊബൈലിൽ സമാധാനമായിട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു പടമാണ്, അതുകൊണ്ടായിരിക്കും അത് OTT ഭയങ്കരമായിട്ട് വർക്കാവുകയും തിയേറ്ററിൽ വർക്കാവാണ്ടിരിക്കുകയും ചെയ്തതെന്ന്. അപ്പോൾ അത് നമ്മൾ ഇപ്രാവശ്യം നമ്മളത് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം തിയേറ്ററിൽ തന്നെ കണ്ടാൽ നമ്മൾ വർക്കാവുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പേര് പറഞ്ഞു ആദ്യത്തെ ഒരു നമ്മൾ ഇന്നാവുന്നത് ഒരു 30-35 മിനിറ്റിലാണ്. നമ്മുടെ സായി ചേട്ടൻ്റെ ക്യാരക്ടർ ഭരതനായ വേറൊരു ഫാമിലി ഉണ്ട്, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയുമ്പോഴാണ് നമ്മൾ അവിടെയാണ് നമ്മുടെ കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നത്. പിന്നെ അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തത്. പക്ഷേ അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ട് ലാസ്റ്റ് വരെയും ഇൻട്രസ്റ്റ് കയറുന്നു പറഞ്ഞിട്ടും ആൾക്കാർ കയറിയിട്ടില്ല. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുള്ള പരിപാടി നമ്മൾ റീസ്ട്രക്ചർ ചെയ്ത് ഇപ്പോൾ ഒരു 5ാമത്തെ മിനിറ്റിൽ തന്നെ ആൾക്കാർ ഇന്നാവുന്ന രീതിയിൽ, ഓഡിയൻസ് ഇന്നാവുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഇപ്പോൾ നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത് മോഹിനിയാട്ടത്തിൽ. അതെ, ഒരു കണക്ഷൻ എന്തായാലും കിട്ടും ആൾക്കാർക്ക്. എനിക്ക് തോന്നുന്നു മറ്റേ മൗത്ത് പബ്ലിസിറ്റി ആണ് ഒരു സിനിമേനെ എപ്പോഴും ആളുകളിലേക്ക് ഭയങ്കരമായിട്ട് എത്തിക്കുന്നത്. എന്തൊക്കെ പ്രൊമോഷൻ ഉണ്ടെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിക്ക് ഒരു പ്രത്യേക പവറാണ്. പക്ഷെ ഈ പറയുന്ന പോലെ പടം കൊള്ളാം, ആരോട് ചോദിച്ചാൽ അത് കൊള്ളാം നല്ലതാണെന്ന് പറയും. പക്ഷെ ഒരാൾ സജസ്റ്റ് ചെയ്തതായിട്ട് ശരിയാണ്, ചേട്ടൻ വളരെ കറക്റ്റാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഈ പടത്തിന്റെ പ്രൊമോഷൻ സൈഡ് ഞാൻ നോക്കുമ്പോൾ എല്ലാ കമന്റിനും കറക്റ്റായിട്ട് ചേട്ടൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ തന്നെയാണോ അതെല്ലാം റിപ്ലൈ? അത് ഞാൻ ഭരതനാട്യത്തിന് മാത്രമല്ല, ഇപ്പൊ അഭിലാഷം വന്നിട്ട് അതും ഹിറ്റായപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തു. മാളികപ്പുറം വന്നപ്പോഴും ഞാൻ പറഞ്ഞ ഏത് സിനിമ വന്നാലും അവര് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും കൂടുതലും നല്ലതാണ് ആൾക്കാർ അയക്കുന്നത്. ചിലവർ മാത്രം എന്താണ് നെഗറ്റീവും പറയാറുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഞാൻ മിനിമം ഒരു ലവ് ചിഹ്നങ്ങൾ അയച്ചു കൊടുക്കും. അത് നമ്മൾ അക്നോളജ് ചെയ്യണമല്ലോ. അല്ല, അന്ന് എനിക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. വേറെ ഷൂട്ടൊന്നും ഇല്ലായിരുന്നു. വീട്ടിലെങ്ങനെയായിരുന്നു അപ്രോച്ച്? കുറച്ചു നേരം അതിൽ നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞായിരുന്നോ? ഞാനെപ്പോഴും ഈ മൊബൈലിൽ വെച്ച് കുത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വൈഫ് അമ്മയൊക്കെ പറയായിരുന്നു ഏത് നേരം അതിൻ്റെ അകത്ത് ഇരിക്കണ്ട. ഓക്കെ. അപ്പം പക്ഷേ എൻ്റെ എന്തായിരുന്നു വെച്ചാൽ എനിക്ക് ഇതിൽ നിന്ന് വെച്ചാൽ ഓൾറെഡി ഭയങ്കര എന്താണ് ഡിപ്രസ്ഡ് ആയിട്ട് ഞാൻ 1-2 ആഴ്ച കടന്നുപോയ ആളാണ്. ഭരതനാട്യത്തിൻ്റെ കാര്യം പറയുകയാണ് റിലീസായിട്ട്. അപ്പോൾ നമുക്ക് 27ാമത്തെ ദിവസമാണ് ഇത് OTT പ്ലാറ്റ്ഫോമിൽ വരുന്നത്. അവിടെ നിന്നൊരു കയറ്റം കയറിയപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അപ്പം ഈ സന്തോഷം നമ്മൾ അറിയണമെങ്കിൽ ഇപ്പൊ എന്ന് വെച്ചാൽ ആൾക്കാർ വളരെ അപൂർവമായിട്ടല്ലേ വിളിച്ചു പറയുള്ളൂ. എല്ലാവരും വാട്സാപ്പിൽ മെസ്സേജ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കമന്റ് അല്ലെങ്കിൽ ഇൻസ്റ്റയില് ഇൻബോക്സിൽ മെസ്സേജ് ഇതൊക്കെയാണല്ലോ സംഭവം. അപ്പൊ നമ്മളിത് മൊബൈൽ നോക്കി ഞാൻ ഡിപ്രഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു ഈ കുത്തിക്കൊണ്ടിരുന്നത്. അതെ.
ഈ അഭിനയിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എഫക്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം അറിയാലോ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് കിടക്കുന്നത്, പക്ഷെ ആൾക്കാരിലേക്ക് എത്തുന്നില്ല അല്ലേ? ചേട്ടനൊക്കെ ചെയ്തേക്കുന്ന ക്യാരക്ടർ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ തന്നെ തോന്നിയിട്ടുണ്ടോ ഇത്രയൊക്കെ നല്ല സാധനം ചെയ്തിട്ട് എന്താണ് ഓഡിയൻസിലേക്ക് അത് എത്താത്തതെന്നൊരു ഡൗട്ട് വന്നിട്ടുണ്ട്? എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഷോ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട്, എൻ്റെ അച്ഛനമ്മയായിട്ട്, അച്ഛനല്ല അമ്മയും പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒരുമിച്ച് പോയി ഫസ്റ്റ് ഷോ കണ്ട് എല്ലാവർക്കും സിനിമ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴേക്കും സെക്കൻഡ് ഷോന് വരുമ്പോഴേക്കും ആ സൈഡിൽ പയ്യന്നൂർ, ഞാൻ പയ്യന്നൂരാണ് പടം കണ്ടത്, ആ സൈഡിലേക്ക് മൗത്ത് പബ്ലിസിറ്റിയിൽ അവിടെ കയറിയിട്ടുണ്ട് ആൾക്കാർ. പക്ഷെ അതല്ലാതെ ഒരു റിസപ്ഷൻ അതിനകത്തില്ല. സെക്കൻഡ് ഡേ ആകുമ്പോഴേക്കും ആള് തിയേറ്ററിൽ ഇല്ല എന്നുള്ളൊരു വാർത്ത വരികയാണ്. അപ്പോൾ നമുക്കത് പിന്നെ ആ സമയത്ത് വേറെ കുറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. മഴ ഒരു ഭയങ്കര മഴ സീസൺ ആയിരുന്നു. മഴ കേരളത്തിൽ മഴ ഒരു കോമൺ പ്രതിസന്ധിയാണ്. മഴ സീസൺ ആയിരുന്നു. പക്ഷെ നമ്മൾ മഴയെ അങ്ങനെ കുറ്റം പറയണ്ട. ഞാൻ കുറ്റം പറയുകയായിരുന്നു. സുഭാഷ് ഓക്കെ നമ്മുടെ കുറ്റമല്ല, മഴയൊക്കെ പെയ്തോണ്ട് മഴ ഞാനും ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മഴ ഉള്ളപ്പോഴൊക്കെ സിനിമകൾ റിലീസായിട്ട് ഓടിയിട്ടുണ്ട്. അത് ആ സമയത്ത് എന്തോ ഒരു കണക്ട് ആൾക്കാർക്ക് ചിലപ്പോൾ കിട്ടിക്കാണൂല. പക്ഷെ അത് തന്നെ ഒരു 25 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് കണക്ട് കിട്ടുകയും ചെയ്തു. ഈ ആട് 1 റിലീസായ സമയത്ത് പദ്മയിൽ ഞാൻ ഹൗസ്ഫുൾ ഷോ, വലിയ തിയേറ്ററിൽ ഹൗസ്ഫുൾ ഷോ കണ്ട ആളാണ് ഞാൻ. അവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിക്കുന്നതും ക്ലാപ്പ് അടിക്കുന്നതും ആഹ്ലാദിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു. അവിടുന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ മിഥുനെ വിളിക്കാൻ, മിഥുൻ പറയണത് ചേട്ടാ ആൾക്കാർക്ക് അത് കണക്ട് ആയിട്ടില്ലെന്നാണ് തോന്നുന്നതെന്നാണ് പറയണത്. ഞാൻ പറഞ്ഞു മിഥുൻ കണക്ട് ആയിട്ടുണ്ട്, ഞാൻ ഇപ്പൊ ഫുൾ ഹൗസ് കണ്ടിട്ട് വരുമല്ലേ, അവർ ആൾക്കാർ ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് പലരും ഒന്ന് ഷേക്കാൻ തോന്നുന്നു, നന്നായിട്ടുണ്ട് പടം എന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസത്തെ കളക്ഷൻ നോക്കിയപ്പോഴാണ് ഇത് ഡ്രോപ്പായി. ഇതായിരുന്നു എല്ലാ തിയേറ്ററിലും ഓളമെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ആവണമല്ല. മൾട്ടിപ്ലൈ ആകുന്നതിന് പറയുന്നത് സബ്ട്രാക്ട് ആയത്. ടിക്കറ്റ്സ് സെല്ലിംഗ് കുറഞ്ഞു. അപ്പൊ ഇത് എവിടെയും ആൾക്കാർ കണക്ട് ആയില്ല. പക്ഷെ അത് വേറൊരു ഇതിൽ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോഴത്തേക്കും അത് ആൾക്കാർ കണക്ട് ആകാൻ തുടങ്ങി. അത് ഓരോ സിനിമയുടെ ഫേറ്റ് ആണ്. തീർച്ചയായിട്ടും എന്റെ സെക്കൻഡായി ഇപ്പൊ തേർഡായി അല്ലേ, നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കും ഇതുപോലെ തന്നെ. അതുപോലെ തന്നെ ഇപ്പൊ ഈ ചെയ്തേക്കുന്ന ക്യാരക്ടർ, ഇപ്പൊ മൂവിയിൽ നമ്മളൊരു നല്ലൊരു ക്യാരക്ടർ വരുമ്പോൾ ഫസ്റ്റ് നമ്മളോട് തന്നെ ചോദിക്കൂലേ, ഇത് എനിക്ക് വർക്കൗട്ട്, ഇത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഉള്ളിൽ? ടെൻഷൻ ഇല്ലായിരുന്നു. സൈജു ചേട്ടൻ എന്നെ ആദ്യം വിളിക്കുന്നത് ഇതുപോലെ സൈജു ചേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ചെയ്യാമെന്ന് പറയുന്നത്. കാരണം സൈജു ചേട്ടൻ ഒരു ആക്ടറാണ്. അപ്പോൾ പുള്ളി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ എത്രത്തോളം ഹോംവർക്ക് ചെയ്ത് അത് അത്രയും നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരിക്കും എന്ന് നമുക്കൊരു ഇതുണ്ട്, വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് അതിനകത്ത് ഇന്നാവുന്നത്. പിന്നെ ക്യാരക്ടർ പറഞ്ഞപ്പോഴും സ്റ്റോറി കേൾക്കുമ്പോഴൊക്കെ നല്ല ചിരി വരുന്നുണ്ട്. എന്നാൽ ഹ്യൂമർ ആണെന്നൊന്നും പറഞ്ഞിട്ടല്ലല്ലോ നമ്മളെ വിളിക്കുന്നത്. പക്ഷെ സിറ്റുവേഷൻസ് അത്രയും ഫണ്ണാണ്. ഈ പറയുന്ന പോലെ ആ ഒരു 35 മിനിറ്റ് കഴിയുമ്പോൾ തൊട്ട് ബാക്കിയുള്ളവരെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഭയങ്കര കൊളായി കിടക്കുവാണ്. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ചിരിക്കാൻ പറ്റുന്ന കുറെ സിറ്റുവേഷൻസ് ഉള്ളൊരു സിനിമ. പണ്ട് കാലത്ത് നമുക്ക് ഇപ്പോഴും മിസ് ചെയ്യുന്ന കുറെ സിനിമകളുണ്ട്. കുറെ ഇപ്പൊ മേലെപ്പറമ്പ് ലാൻഡ് വീട് തൊട്ട് കുറെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ഫാമിലി മൂവീസ് ഉണ്ട്. അതേപോലെ ഒരു സംഭവമായിരുന്നു. ഒരു വീട്ടിനകത്ത് ടപ്പേ പുറത്തേക്ക് ഇറങ്ങിയ അവിടെയും പ്രശ്നം, അകത്ത്. ഞാനിത് പറയാറുണ്ട്, നമ്മള് ഭരതനാട്യം ഷൂട്ട് ചെയ്യുമ്പോൾ സോഹൻ ചേട്ടൻ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. സോഹൻ സീനിലാൽ ഉണ്ടായിരുന്നു ഭരതനാട്യത്തിൽ. അപ്പോൾ സോഹൻ ചേട്ടൻ നന്ദിച്ചേട്ടനൊക്കെ ഞാൻ പറയുന്നത്, നമ്മൾ ഉച്ചയ്ക്ക് ഈ ചോറ് നമ്മൾ കാണുന്ന മലയാള സിനിമകളില്ലേ, ഒരു ആ ഒരു ഗണത്തിൽ ആണ് ഞാൻ. അപ്പൊ ഞാനത് പിന്നെ അപ്പോൾ സൈജോട്ടൻ എടുത്ത് പറഞ്ഞു, പ്രൊമോഷണൽ സമയത്ത് സൈജോട്ടൻ പറഞ്ഞു, അബ്രാം അത് പറയുമ്പോൾ ചിലപ്പോൾ ഇതൊരു പഴയ ടൈപ്പ് സിനിമയാണെന്ന് ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും, അതുകൊണ്ട് അത് പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയണ്ട. കാരണം ചിലപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരു കൺവെൻഷണൽ മലയാള സിനിമയുടെ ഒരു മലയാളിത്വവും ഒരു ഗ്രാമീണതയും ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. മുൻമുട്ടിടുന്ന തറാവ് പോലത്തെ നമ്മുടെ ഇഷ്ടപ്പെടുന്ന സിനിമകൾ, അതേപോലത്തെ ഒരു സ്കേപ്പിലുള്ള ഭയങ്കര തനി മലയാളി ഒരു കണ്ടന്റ് ആണ് ഭരതനാട്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞു അങ്ങനെ പറയണ്ട, പഴയ പടമാണെന്ന് വിചാരിക്കും. ശരിക്കും നല്ല ഷിഫ്റ്റ് ഉണ്ട്. ഭരതനാട്യം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല ജോണർ ഷിഫ്റ്റും പരിപാടിയാണ് ആക്ച്വലി മൂവിനെ. നമ്മൾ ചില വേർഡ്സ് നമ്മളറിയാം, നമ്മൾ നല്ല പോലെയാണ് പറയണത്, നല്ല രീതിക്കാണ് പറയണത്. പക്ഷെ അത് അതിൻ്റെ ഒരു നമ്മളുണ്ടാക്കിയൊരു ഡെഫിനേഷൻ ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു പടം ചെയ്തു, ഞാൻ തുടക്കകാലഘട്ടത്തിൽ ഇപ്പോൾ കാര്യം പറയുകയാണ്. ആ പടം ചെയ്തപ്പോഴത്തേക്കും ഞാൻ എന്നോട് ചോദിച്ചു ആ പടം എങ്ങനെ ഉണ്ടെന്ന്. ഒരു
കാര്യം നമ്മൾ നോക്കേണ്ടത് ഈ നമ്മൾ ഒരു പടമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് അതിനകത്ത് അഭിനയിച്ച ആക്ടേഴ്സ് അല്ലെങ്കിൽ ടെക്നീഷ്യൻസ്, അവരോട് നമ്മൾ എങ്ങനെയുണ്ട് പടം എന്ന് ചോദിച്ചാൽ അവർ പോസിറ്റീവല്ലേ പറയുള്ളൂ. അത് ചോദിക്കൽ ആദ്യം നിർത്തണം, പക്ഷെ പോട്ടെ ചോദിക്കും. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞേ പടം ക്ലാസ് ആണെന്ന് പറഞ്ഞു. കമേഴ്ഷ്യൽ പടം കേട്ടോ, ക്ലാസ് പടം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ക്ലാസ് എന്ന് വെച്ചാൽ നല്ല പടം പടമാണ്. ഇത് ഞാൻ ക്ലാസ് പടം എന്ന് പറഞ്ഞത് ആർട്ട് പടം എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ക്ലാസ് പടം എന്ന് വെച്ചാൽ ആർട്ട് പടം എന്ന് അതിൻ്റെ അർത്ഥം. കുറെ പേരുടെ അവരായിട്ടുണ്ടാക്കി കളക്ട് ചെയ്യാത്ത പടം. അപ്പൊ ഒരു കമേഴ്ഷ്യൽ പടത്തിന് സൈജു ഗ്രൂപ്പ് ക്ലാസ് എന്ന് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ എനിക്ക് അന്ന് ഈ എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉള്ള ഭാഷയെ പറ്റിയൊന്നും എനിക്ക് വലിയ വിവരമില്ല. ക്ലാസ് എന്ന് പറഞ്ഞാൽ അവരുടെ പടത്തിനാണ് പറയണമെന്നോ ഒക്കെ ഇപ്പൊ മാറി കേട്ടോ. അവരെ അന്നത്തെ സമയം ഇൻഡസ്ട്രിയിൽ മൊത്തത്തിലുള്ള ചീത്തപ്പേര നിങ്ങൾ രണ്ടുപേരും സംസാരിക്കില്ലെന്നും ശരിയാണോ? ശരിക്കും സംസാരിക്കും. അല്ല, ഇവര് രണ്ടുപേരും ഇൻട്രോവേർട്ട് ആണെന്നാണ് ഇവർ രണ്ടുപേരും അവകാശപ്പെടുന്നത്. ഒരിക്കലല്ല, അവരവരുന്നുണ്ട്. അല്ല, ശ്രീനാഥിന് അറിയാലോ. എനിക്കറിയാം, നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇവര് എന്റെ അടുത്ത് പറയൂല ഇൻട്രോവേർട്ട് ആണോ. എവിടെയാണ് നിങ്ങൾ ഇൻട്രോവേർട്ട് ആവുന്നത്? നിങ്ങൾക്ക് നാണം വന്നത് അവിടെ? അങ്ങനെയല്ല, അല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇപ്പൊ ചിലപ്പോ ചിലര് പെൺകുട്ടികളോട് സംസാരിക്കുമ്പോ ഭയങ്കര ഷൈ. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു നാണമുള്ളത് ഒരാളോട് സംസാരിക്കുമ്പോ ഒരു ഷൈ, അങ്ങനെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ എനിക്ക് നാണമൊന്നുമില്ല. അത് പറയാം, അടുത്ത് വേറെ വേടാവൂട്ടാ, സൂക്ഷിച്ചും കേട്ടും പറയണം. നാണവും മാനവും ഇല്ലാത്ത രണ്ടുപേരൊന്ന് സ്വയം പ്രഖ്യാപിച്ചു. എന്തായാലും നാട്ടില് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇദ്ദേഹം ചെയ്തൊരു ക്യാരക്ടർ ഉണ്ട്. ഇപ്പൊ നമ്മുടെ എല്ലാ നാട്ടിലും ഉണ്ടാവും ആവശ്യമില്ലാതെ ഒരു പ്രശ്നം കണ്ടു ക്യാരക്ടർ നമ്മളെല്ലാ നാട്ടിലും ഇങ്ങനെ കുറച്ച് ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ കാരണമാണ്, നമ്മള് കടവന്ത്ര ഇവിടെയൊക്കെ കമ്പനി അടിച്ചൊക്കെ നടക്കുന്ന നല്ല പിള്ളേരൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലങ്ങനെ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? ആവശ്യമില്ലാതെ നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു നാട്ടുകാരൻ. അത് ഞങ്ങളാണത്. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നത് രണ്ടുപേരാണ് കേട്ടോ, ഇല്ലേ? അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെ ഈ ക്യാരക്ടർ കണ്ടപ്പോ നിങ്ങൾക്ക് സിനിമയെ കണ്ടപ്പോ തന്നെ കണക്ട് ആയോ പലരും? ഒന്നുമല്ല, കുറേ ഉണ്ടത്. അങ്ങനത്തെ ആൾക്കാരുണ്ട്, നമ്മുടെ ആവശ്യമില്ലാത്ത നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? പറഞ്ഞു. ഓക്കെ, എന്തായാലും അടിപൊളി കേട്ടോ. എന്തായാലും ഈ ഒരു ഫാമിലി നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഒന്നല്ല രണ്ടല്ല ഇനി 3 നിലക്കെ വരട്ടെ, ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സൈജോട്ട് ഒറ്റ കാര്യം കൂടി, ഇപ്പൊ പടം നമുക്ക് തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്. ഒരുപാട് പേരെ മിസ്സായി പോയിട്ടുണ്ട്. ചിലവരിപ്പോഴും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടാവില്ല. സെക്കൻഡ് പാർട്ട് ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിലെ ആൾക്കാരുടെ ഈ ഹൈപ്പ് ഉണ്ടല്ലോ, നമ്മൾ കുറെ ആൾക്കാർ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ വന്ന് കയറി കാണുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ ബാക്കിൽ നടന്ന സ്റ്റോറി എന്താണെന്ന് അറിയിട്ടുണ്ടാവില്ല. അവരോട് എന്താ പറയുന്നത്? ആ ഓഡിയൻസിനോട് കാണാത്തവർ, ഇപ്പോഴും നമുക്ക് ഭരതനാട്യം കാണാത്തവരുണ്ടാവും, അവരോട് എന്താ പറയുന്നത്? പുതുതായിട്ട് കാണുന്ന ആൾക്കാർ, പുതുതായിട്ട് വെച്ചാൽ ആദ്യമായിട്ട് ഭരതനാട്യം കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇത് കിട്ടാണ്ട് വരില്ല, എന്റർടൈൻമെന്റ് കിട്ടാണ്ട് വരില്ല. കണ്ടവർക്ക് ക്യാരക്ടേഴ്സിനെ ഓൾറെഡി അറിയാം. മറ്റുള്ളവർക്ക് ഒരു പുതിയ സിനിമയായിട്ട് കണ്ടാലും പുതിയ സിനിമയായിട്ട് കാണാം. അതാണ് ചിലവർക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, ഞങ്ങൾ ഫസ്റ്റ് കാണാത്തോണ്ട് നമുക്ക് അത് കണ്ടിട്ട് ഇത് കാണാന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന കുറച്ച് പേരുണ്ട്. പക്ഷെ അവർക്ക് ഇതൊരു പുതിയ സിനിമയായിട്ട് കണ്ട് ഡെഫിനറ്റ്ലി കണക്ട് ആവാൻ പറ്റുന്ന യൂട്യൂബിൽ ഇപ്പം റിലീസ് ചെയ്തിട്ട് നമുക്ക് 2 ആഴ്ചക്കുള്ളില് 1 മില്യൺ വ്യൂസ് കഴിഞ്ഞു. അതെ. ആൻഡ് സമയം അത്യാവശ്യം ഇപ്പോൾ ഉള്ളത് കൊണ്ട് കമന്റ്സ് ഒക്കെ ഇരുന്ന് ഞാൻ ഇങ്ങനെ വായിച്ചു. 1000 ചില്ലോരം കമന്റ്സ് ഉണ്ട്. ഒറ്റടിക്കല്ല, വരുന്ന അപ്ഡേറ്റ് ആകുന്നതനുസരിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു കമന്റ് ഒഴികെ ബാക്കിയെല്ലാം വളരെ പോസിറ്റീവാണ്. ഒരു കമന്റ് അത് നമ്മുടെ എന്താണ് ഈ പുറത്തുള്ള ഈ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു സുഭാഷായിരിക്കും. അതായത് പുള്ളി അത് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, എന്നൊരു അങ്ങനത്തെ ഒരു കമന്റ് എന്താണ് ഇത്രയും എന്താണ് പോസിറ്റീവ് ഇതാണ് ഇട്ടിരിക്കണേ, ഇത്രയും പോസിറ്റീവ് കമന്റ്സ് ആണെങ്കിൽ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ഇടിയിപ്പിക്കുന്നതല്ലേ എന്ന്. അതാണ് ഏക നെഗറ്റീവ് കമന്റ് ഞാൻ കണ്ടത്. അവൻ എന്തായാലും പടം കണ്ടിട്ടില്ല, ഉറപ്പായിട്ടും കണ്ടു കാണൂല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള
അതെ, എന്തായാലും നല്ല കമന്റുകൾ ഒരുപാട് വരട്ടെ. ഇനി സൈജുവിന്റെ കമന്റ് നോക്കാൻ സമയം കിട്ടാത്ത അവസ്ഥയിലേക്ക് വരട്ടെ, അത്ര തിരക്കിലേക്കായി പോട്ടെ എല്ലാവരും. അല്ല അത് ഞാൻ എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്യും കേട്ടോ, എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി. നമ്മള് ഇപ്പം മോഹിനിയാട്ടം വർക്കൗട്ടായെന്ന് വിചാരിക്കുക, ഞാൻ കമന്റ് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാല് എന്നാ പിന്നെ ഇവന്റെ അടുത്ത പടത്തിന് ഹാഷ്ടാഗ് പറ്റിപ്പോയി 3 കൊടുക്കാന്ന് ആൾക്കാർ വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ റിപ്ലൈ ചെയ്യും. അതെ, എനിക്ക് കമന്റ് റിപ്ലൈ ഇല്ലല്ലേ, ശരിയാക്കി തരാം. ഓക്കെ, ഇതൊരു ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ പ്ലീസ് പറയണമല്ലോ. കാരണം വെച്ചാൽ സൈജോട്ടൻ്റെ ഒരു ഫിൽമോഗ്രാഫി നമുക്കറിയാം. എനിക്ക് ഒരുപാട് ആക്ടേഴ്സിന്, അതായത് സിനിമയിൽ യാതൊരു തരത്തിലുള്ള വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ സിനിമയിൽ എത്തിപ്പെടുന്ന ആൾക്കാർ, അഭിനേതാവായിട്ട് എത്തിപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് സൈജോട്ടൻ്റെ ഒരു ലൈഫ്. ഞാനെപ്പോഴും അത് നമ്മളൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ആണ് സൈജോട്ടൻ്റെ. സൈജോട്ടൻ ഭരതനാട്യത്തിൽ ചെയ്ത ക്യാരക്ടർ, ശശിയേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ക്ലോസ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നതാണ്. ഇത്രയും നാച്ചുറലായിട്ട് ആ ക്യാരക്ടർ വേറെ ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയം. അത് ഭയങ്കര നമുക്കത് ഒരു ഫീൽ ചെയ്യുന്ന രീതിയിൽ, അതായത് ഒരു ശശിയേട്ടൻ, ഒരു അമ്പല കമ്മിറ്റി നടത്തുന്ന ഒരു ശശിയേട്ടൻ എന്ന് പറയാൻ നമുക്ക് നാട്ടിലൊക്കെ അറിയാവുന്ന ഒരാളായിട്ട് സൈജോട്ടൻ അത് ചെയ്ത് അതിന്റെ നെക്സ്റ്റ് ലെവലാണ് മോഹിനിയാട്ടം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അടിപൊളി, സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ കേട്ടോ ചേട്ടൻ ചെയ്തേക്കുന്ന. എന്റെ ഫേവറേറ്റ് അബുഭീകരനാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ഇതെല്ലാം അടിപൊളി, ഇതെല്ലാവരും മനസ്സിലേക്ക് കയറിയിരിക്കണം. ചേട്ടൻ ഇത് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ചേട്ടൻ തുടക്ക ടൈം ചേട്ടൻ അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ്, ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് സ്ട്രഗിൾ ചെയ്തിട്ട് വന്നത്. മയൂഖൊക്കെ ഒരു കഴിഞ്ഞൊരു ടൈമില്ലേ, മയൂഖ് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വന്ന ആ ഒരു ടൈം എന്താണ് ജോലി, ഞാൻ സിനിമയിലെ ഒരു മലയാള സിനിമയിലെ ഒരു നടനാണ് എന്ന് ഉറപ്പിച്ച് പറയാവുന്നൊരു സമയം വന്നില്ലേ, ആ പറയുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ, ആ ഗ്യാപ്പ് ചേട്ടൻ എങ്ങനെയാണ് തരണം ചെയ്തത്? കാരണം ഞാൻ ഇത് തന്നെ ഉറപ്പിക്കണോ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല, ഞാൻ കോർപ്പറേറ്റ് എന്തായാലും ഞാൻ വിടാൻ വേണ്ടി തീരുമാനിച്ചായിരുന്നു. സെയിൽസ് പ്രഷർ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അത് ഭയങ്കര സ്ട്രെസ്സാണ്. എനിക്ക് എന്തെങ്കിലും ആ സമയത്ത് വല്ല കാർഡിയക് അറസ്റ്റ് വന്ന് അകത്ത് പോയാൽ അതിനകത്ത് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നെങ്കിൽ അത്രയും പ്രശ്നമാണ്. അത് സെയിൽസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചോദിച്ചാൽ മതി. പിന്നെ കുറേ പേരൊക്കെ തരണം ചെയ്യാൻ പറ്റും. എനിക്കത്, ഞാൻ വളരെ ലോല ഹൃദയനാണ്, എനിക്കത് തരണം ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ ദിവസവും തെറി കേൾക്കലും അത് ഇതും എന്താണ് നമ്പേഴ്സും അതും ഇതൊക്കെ ചോദിച്ച് പറ്റുന്നില്ലായിരുന്നു എനിക്ക്. പക്ഷേ ഓൺ ദ അതർ സൈഡ് എനിക്ക് സിനിമകളും ഇല്ല. അപ്പം ചോദിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഞാൻ വളരെ ഇതായിട്ട് എന്താണ് അടുത്തൊരു പടം എൻ്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. നമ്മൾ അങ്ങനത്തെയൊക്കെയുള്ള ചില ചില്ലറ നുണകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജീവിതത്തിൽ. അങ്ങനെയൊക്കെ എന്താണ് അവർക്കും അത് കേൾക്കുമ്പോഴത്തേക്കും ഓക്കെ ഇവന് ഒരു പടം വരുന്നുണ്ടെന്നുള്ളൊരു സാധനം. പിന്നെ ഇവര് എന്നെ ഫോളോ ചെയ്തിട്ടിരിക്കുമല്ലോ, ഇവന് അന്ന് പറഞ്ഞ പടം ഒന്നും ഇല്ലെന്നൊന്നും ഇവര് നോക്കാനൊന്നും പോകുന്നില്ല. പിന്നെ നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഒരു പടം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴൊക്കെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഞാൻ 150 പടം കൂടുതലായി ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരുപാട് പേർക്ക് എൻ്റെ പേരറിയില്ല, എന്നെ കണ്ടാലൊരു സംശയമാണ് എവിടെ കണ്ടിരിക്കണേ, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഇന്നലെ ഞാൻ ഗുരുവായൂർ ഫാമിലിയായിട്ട് പോയപ്പോൾ ഞാൻ ലൈനിൽ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ച്, അപ്പോൾ ഞാൻ നടയിൽ ചെന്ന് നിന്നിട്ട് ഞാൻ ഇങ്ങനെ കുറേ നേരം തൊഴില്ല. കാരണം ഈ പുറകെയുള്ളവർക്ക് അത് പ്രശ്നമാണ്, നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഇത്രയും സമയമുണ്ടല്ലോ നമ്മളോട് എത്തുന്നവരെ, ഇത് പതുക്കെയല്ലേ പോകുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു 5-6 കാര്യമുണ്ട്. ഞാൻ ടപ്പടപ്പഴയെന്ന് ഇങ്ങനെ ഗുരുവായൂരൊക്കെ പറയുകയാണ് വെച്ചാൽ അവിടെ എത്തുന്നവരെ ഇങ്ങോട്ട് എനിക്ക് തീർക്കണം. അപ്പോൾ കോൺസെൻട്രേഷൻ മൊത്തം ഞാൻ ഗുരുവായൂരപ്പനെ നോക്കിയാണ്. അപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് 2 നമ്മൾ നടക്കുന്നതിന് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് സ്ത്രീകളും ആണുങ്ങളും ഒക്കെ അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ നിൽപ്പുണ്ട് നമ്മളിങ്ങനെ മുമ്പോട്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പം എന്നെ അപ്പോൾ സാറേന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം എന്നെ വിളിക്കുന്നത്, എന്നെ നോക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് ഗുരുവായൂരപ്പനെ വിടാൻ പറ്റില്ല, എന്ന് വെച്ചാൽ എനിക്ക് ടൈമില്ല. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് എൻ്റെ പേര് കിട്ടുന്നില്ല. പുള്ളിക്കാരത്ത് പറയാ സീരിയൽ നടൻ സാറേ, അന്നേരം പതുക്കെ പോയാൽ മതി. അപ്പം അപ്പം നമ്മൾ വീണ്ടും മനസ്സിലാക്കുവാണ് ബി ഓൺ എർത്ത്. നമ്മൾ ഒന്നും അല്ല ഇപ്പോഴും. ഇത് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകണമെങ്കിൽ, അപ്പം എനിക്കത് വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് എന്താണ് ഒരു സൈഡിൽ സമാധാനമായി. അറ്റ്ലീസ്റ്റ് എവിടെയോ ഞാൻ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുഖം അല്ലേ. വേറൊരു രീതിയിൽ എനിക്ക് ആക്ച്വലി ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ മാനസികമായിട്ട് എനിക്കൊരു വിഷമം വരാം. അയ്യോ എന്താണ് എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. തീർച്ചയായും ഓക്കെ. അപ്പം ബി ഗ്രൗണ്ട് അല്ല, ഞാൻ ഇത് പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ബി ഗ്രൗണ്ടഡ് എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഞാൻ ഗ്രൗണ്ടഡ് ആയിരുന്നു. പിന്നെ എനിക്ക് ട്രിവാൻഡ്രം ലോഡ്ജ് എനിക്ക് ബ്രേക്ക് കിട്ടി. പിന്നെ എനിക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കിട്ടി. എൻ്റെ പല പടങ്ങളും ഹിറ്റായിട്ടുണ്ട്, കഥാപാത്രങ്ങൾ ഹിറ്റായിട്ടുണ്ട്. ഞാൻ പുറത്തിറങ്ങുമ്പം നീ പറഞ്ഞ പോലെ അറക്കലപ്പൂന്നിനെ വിളിക്കാറുണ്ട്, എന്നെ ഷിബു വെള്ളാങ്ങി എന്ന് വിളിക്കാറുണ്ട്, പപ്പേട്ടാന്ന് വിളിക്കാറുണ്ട്. ഇതൊക്കെ വിളിക്കുമ്പോഴും ഐ നോ ദാറ്റ് ഇതൊന്നും ശാശ്വതമല്ല.
ഇതൊക്കെ എപ്പോഴാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോവാം. സോ ഓൾവേസ് ഗ്രൗണ്ട് ഞാൻ. ഓക്കെ, എന്തായാലും പേഴ്സണലി എൻ്റെയൊക്കെ അഭിപ്രായം സൈജോട്ടാ നിങ്ങൾ രജിസ്റ്റർ ആയിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളിങ്ങനെ പറയുന്നത്, അത് നിങ്ങളുടെ സന്തോഷം അങ്ങനെയാണ് അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. നല്ല രീതിയിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി വരുന്ന ഒരുപാട് സിനിമകൾ ഇതിലുള്ള എല്ലാവർക്കും ഒരുപാട് വർക്കുകൾ ഇൻഡസ്ട്രിയിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങളിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സിനിമയായി മാറട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീനാഥ്. താങ്ക് യു.